പയ്യോളിയിൽ നിന്ന് വരുന്നു. പയ്യോളി, കോഴിക്കോട് ജില്ലയിലെ പയ്യോളി. ഓക്കെ, സൂപ്പർ. അപ്പം മിമിക്രിയാണ് നമ്മളിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്റെ ഭാവനയിൽ കണ്ടെത്തിയ ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ലാലേട്ടന്റെ, നമ്മുടെയൊക്കെ ചങ്കായ ലാലേട്ടന്റെ ഏറ്റവും മികച്ചൊരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ആ സിനിമയില് ശോഭനയ്ക്കാണ് ഭ്രാന്ത് എന്നറിഞ്ഞതിന് ശേഷം ലാലേട്ടൻ സുരേഷ് ഗോപിയോട് പറയുന്ന ലെങ്ത്തുള്ളൊരു സീനുണ്ട്, ഡയലോഗുള്ള. ആ ഡയലോഗ് ഞാനൊരു 10 നടന്മാര് അതുപോലെ തന്നെ 3 രാഷ്ട്രീയ നേതാക്കന്മാരോ 1 by 1 ആയിട്ട് പറയാനുള്ളൊരു ശ്രമമാണ്. 13 പേര് ഈ ഡയലോഗ് ഇന്ന് ഓർഡർ ആയിട്ട് പറയാണ്. ശരി, അപ്പൊ നമുക്കത് തുടങ്ങിയാലോ? ഓക്കെ, ആയിക്കോട്ടെ, കാണാം. ശരി. വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നീ ഇപ്പോ അറിയാൻ പോവുകയാണ്. അങ്ങേയറ്റ ക്ഷമയോടെ നീ അത് കേൾക്കണം. ഗംഗയുടെ സാരിക്ക് തീപിടിപ്പിക്കുന്ന, അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി നീ കരുതുന്നത് പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഈ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷേ ആ രോഗി ആരാണെന്ന് മാത്രം എനിക്ക് പിടികിട്ടിയില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഗംഗയുമായി തെക്കിനിലെത്തിയത്. അവിടെ വെച്ച് ഗംഗയിൽ നിന്ന് ഒരു പ്രത്യേകതരം സൈക്കിൻ വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു. ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക്. അവിടെ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന കൊച്ചു ഗംഗ. അതായിരുന്നു ഗംഗയുടെ ബാല്യം. ഗംഗ SSLCക്ക് പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ഹൈസ്കൂളിന്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയുടെ തത്രപ്പാടിനിടയിൽ അവൾ അറിയുന്നു, തന്നെ കൽക്കത്തയിലേക്ക് പറിച്ചു നടാൻ അച്ഛനും അമ്മയും വരുന്നു. പരീക്ഷയുടെ 1-ാം ദിവസം സ്കൂൾ അങ്കണത്തിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ ഓടിയ ഗംഗയെ ആ ഹെഡ് മിനിസ്റ്റർ എന്നും ഓർക്കുന്നു. അതായിരുന്നു ഗംഗയുടെ ആദ്യത്തെ അസുഖം. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 21 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള വാര്യശാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചെല്ലുന്നൊക്കെ. പഴമക്കാരതിന് ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്കാട്രിയിൽ അവരുടെ വ്യക്തിത്വം, ദന്തവ്യക്തിത്വം, പൊസഷൻ സ്റ്റേജ് തുടങ്ങിയ ലഘുമനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി നിൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും എന്നൊക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന കാര്യം പാവം ഗംഗയെ അറിയുന്നില്ല. നമ്മൾ 3 പേരെ കൂടാതെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയിട്ട് ഈ വീട്ടില്, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്താവെന്ന് കേട്ടപ്പോ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ റൂമിലിട്ട് പൂട്ടി. പിന്നെ ഒരു കാര്യം, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങള് ഗംഗേന്റെ രോഗം മാറ്റിയിട്ട് അവളെ നകുലിന് കൊടുക്കുക എന്നുള്ളതാണ്. ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഗംഭീരമായിരുന്നു കേട്ടോ പെർഫോമൻസ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മുടെ മാസ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും ഒരു സാധനം കൂടി ചെറിയൊരു ഐറ്റം കൂടിയുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ തന്നെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. മഞ്ജു വാര്യറും മോഹൻലാലും തമ്മിൽ കണ്ടുമുട്ടുന്ന സീൻ. ആ സിനിമയിൽ ലാലേട്ടന് പകരം നമ്മുടെ കലാഭവൻ നാരായണൻകുട്ടിയാണ് ആ സീനിൽ അഭിനയിച്ചെങ്കിൽ എങ്ങനെയുണ്ടാവും ആ ഒരു മോഡുലേഷൻ നോക്കാം. ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാണ്. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശവരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിൽ കണ്ണുപൊട്ടനടിക്കണം കാണുന്നവൻ. ഇത് വെള്ളേരി കണ്ടത്തിലെ കണ്ണേര് കോലം പോലെ കോലോത്തെ അടിച്ചു തൽക്കാരിയാണോ? ഇനി നമുക്ക് മാസ്റ്റേഴ്സിലേക്ക് ചോദിക്കാം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു.
ഗംഭീരായിരുന്നു പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സെഗ്മെന്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അസാധ്യമായിരുന്നു. കാര്യം ആരും ചിന്തിക്കാത്തൊരു ഐഡിയ ആണ്. അതിൽ 100% താങ്കൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ആദ്യത്തെ സെഗ്മെന്റ്. രണ്ടാമത്തെ സെഗ്മെന്റ് എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നാരായണക്കുട്ടിച്ചാന്റെ ശബ്ദം അത്രയും നന്നായിട്ടില്ല. കാര്യം അതിന് മുൻപുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ രണ്ടാമത്തെ സെഗ്മെന്റ് അങ്ങനെ പറയുന്നത്. എന്നാലും അതും നല്ലൊരു അറ്റംപ്റ്റ് ആണ്. കാര്യം ആ ഒരു പരിപാടി ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ആ സ്ഥലത്ത് നാരായണക്കുട്ടിച്ചാറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നല്ലൊരു അറ്റംപ്റ്റ് ആണ്. പക്ഷേ സൗണ്ട് കുറച്ചുകൂടെ നന്നാവാനുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. സുഭാഷേ ഗംഭീരായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. മണിച്ചിത്രത്താഴ് സിനിമ കാണാപ്പാടാണോ? ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ചിത്രങ്ങളിൽ ഒന്നാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ഐറ്റം ഇപ്പം ആദ്യം ചെയ്ത ആ ഒരു സെഗ്മെന്റ് ചെയ്യാൻ നിങ്ങൾ എത്ര തവണയായിരിക്കും ഈ സിനിമ കാണുകയും അതിൽ ഓരോരുത്തർക്ക് അനുയോജ്യമായ ഇത് വെച്ചിട്ട് അതിൻ്റെ പിന്നിലൊരു നല്ല പണിയുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് പണിയെടുത്തിട്ട് കൊണ്ടുവന്ന് പെർഫോം ചെയ്തിരിക്കുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല പുതുമയുണ്ടാവും. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ താരവിളയാട്ടത്തിൽ ഈ പറഞ്ഞ പോലെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ഇത് നിൽപ്പുണ്ട്. എല്ലാ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മൾ സെപ്പറേറ്റ് ഈ ഓരോ നടന്മാരെയും നിങ്ങൾ ഇൻഡിവിജ്വൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കയറ്റി നമ്മളിതുവരെ കാണാത്തൊരു തരത്തിൽ അത് ചെയ്തു. ഇത് നിങ്ങൾ ചെയ്തപ്പോൾ നമ്മുടെ ലെജൻഡായിട്ടുള്ള ലാലേട്ടനെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. കാരണം എനിക്ക് തോന്നുന്നു അത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്, ആ പടത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു രംഗം ആളുകളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ അത്രയും മോഡുലേഷനിലാണ് ലാലേട്ടൻ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ പല പല രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ട് ലാലേട്ടനെ പറ്റി ആലോചിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു പ്രകടനത്തിനും നിങ്ങളുടെ ഈ ക്രിയേറ്റിവിറ്റിക്കും നല്ലൊരു കൈയടി. താങ്ക് യു ചേട്ടാ. ഓക്കെ, സൂപ്പർ. അപ്പൊ കൈയടിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഇതിന് സ്റ്റാർസ് നൽകാനുള്ള ടൈമായി. നമ്മുടെ മാസ്റ്റേഴ്സ് അത് പറയും. യെസ്, നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ ഇന്നുണ്ടല്ലോ. അപ്പൊ അതേപറ്റി പറയുന്നത് താത്വിക ആചാരം. ഓക്കെ, 4 സ്റ്റാർ. 4 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഐ തിങ്ക് വിപിൻ ചേട്ടൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതങ്ങോട്ടേക്ക് നൽകായിരുന്നു. അപ്പം സുഭാഷ് ചേട്ടാ പയ്യോളിയിൽ നിന്നും ഓടി ഇവിടെ എത്തി നമ്മുടെ സുഭാഷ് ചേട്ടൻ. ഇനി തിരിച്ചു പോകുന്നത് ഇതാ 1, 2, 3, 4 സ്റ്റാർസുമായിട്ടാണ്. അപ്പം കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻ. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ടും ലഭിക്കുന്നുണ്ട്. യെസ്, വിപിൻ ചേട്ടൻ നൽകുന്നതാണ്. അടിപൊളി.